ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ ഒരു കാരണമേ ഉള്ളൂ, അത് സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ ഇന്നിങ്സാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യയെ പോലെ തന്നെ സിംബാബ്വേയും ഇന്ന് 10 ഓവറിൽ 70 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സിംബാബ്വെ ജയിക്കുമെന്ന് തോന്നിച്ചതായിരുന്നു. പിന്നീട് ബൗളേഴ്സ് കളി തിരിച്ചു പിടിച്ചു. ഇന്ന് ഇന്ത്യ കുറച്ച് റൺസാണ് എടുത്തതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. സഞ്ജുവിൻ്റെ 58 റൺസാണ് കളിയിലെ നിർണായകമായത്. ഇന്ന് കളി ജയിച്ച് ഗില്ല് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗില്ല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു പരമ്പര എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എൻ്റെ ക്യാപ്റ്റൻസിയിലായതുകൊണ്ട് മികച്ച കളി കാഴ്ചവെക്കണം. ഈ ഒരു പരമ്പര സ്വന്തമാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ നേടിയിരിക്കുകയാണ്. ആദ്യത്തെ ഒരു T20 തോറ്റപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ 4-1 പരമ്പര നേടാൻ സാധിച്ചു. ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിക്കാൻ കാരണം അത് സഞ്ജുവാണ്. അവൻ്റെ 58 റൺസാണ് കളിയിലെ നിർണായകമായത്. ഇന്ത്യയുടെ ആദ്യത്തെ 3 വിക്കറ്റ് പോയപ്പോൾ ടീമിനെ താങ്ങി നിർത്തിയത് സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ ഇന്നിങ്സാണ് ഇന്ന് ടീമിനെ ജയിപ്പിച്ചത്. അതുകൊണ്ട് കളിയിലെ എല്ലാ ക്രെഡിറ്റും സഞ്ജുവിനുള്ളതാണ്. ഞാനും ജയ്സ്വാളും പെട്ടെന്ന് ഔട്ടായപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചിരുന്നു. ഇന്നത്തെ മാച്ച് ഞങ്ങൾ തോൽക്കുമെന്ന് തോന്നി. എന്നാൽ സഞ്ജു കൃത്യതയാർന്ന ഇന്നിങ്സ് കാഴ്ചവെച്ചു. അതുപോലെ മുകേഷ് കുമാർ മികച്ച ബൗളിംഗ് ആണെന്ന് പുറത്തെടുത്തത്. ഈ ഒരു സീരീസ് കളിച്ച എല്ലാ താരങ്ങൾക്കും നന്ദി പറയുന്നുവെന്ന് ഗില്ല് വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് അടുത്ത പരമ്പര ശ്രീലങ്കയുമായിട്ടാണ്. സിംബാബ്വെ പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. സഞ്ജു അവസാനത്തെ മാച്ചിൽ അടിച്ചു കളിച്ചു. സഞ്ജുവിന് ഇതുവരെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ജയ്സ്വാളും ഗില്ലും പെട്ടെന്ന് ഔട്ടായപ്പോഴാണ് സഞ്ജുവിന് അവസരം വന്നത്. ഇന്ത്യ 167 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ 125 റൺസിൽ സിംബാബ്വെ ഓൾ ഔട്ടായി. അപ്പോൾ നമുക്കിനി ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.